ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലൊക്കെ കാണുന്നൊരു ഈയൊരു റെസിപ്പിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇഡ്ഡലി തട്ടില്ലാത്തതുകൊണ്ട് ഞാനൊരു മൂടിച്ചെമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചിക്കനും പിന്നെ ഈ ചുവപ്പ് മുളകുണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക. പിന്നെ 2 മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു മുട്ട മതിയെങ്കിൽ അത്രയും ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ 2 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഈ ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഒരു 4 വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനൊരു ചെറിയ വെളുത്തുള്ളി കൊണ്ട് ഒരു 4-5 എണ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഇട്ടിട്ടൊന്ന് മൂടി വെക്കുക. അപ്പോൾ ഇത് കുറേ ദിവസമായി ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുന്നു. അപ്പോൾ ഒന്ന് ഉണ്ടാക്കണം തോന്നിയിട്ടൊന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നതാണ് ഞാൻ അടുത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റും ക്യാബേജും തക്കാളിയും വലിയുള്ളി പച്ചമുളക് അങ്ങനത്തെ ഒക്കെ ആണ് എടുത്തത്. അപ്പോൾ കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ടാണ് ഒരു പച്ചമുളക് എടുത്തത്. അപ്പോൾ അതാ ഇത്രയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉള്ളതൊക്കെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ചെറുതാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ട് ശരിക്കും ഇത്ര തക്കാളിയും വലിയുള്ളിയൊന്നും ഇടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മുറിച്ച് വെച്ചാണ് നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ദാ ഇതൊക്കെ ഒന്നിങ്ങനെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മുട്ടയും മുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ അതൊന്നിങ്ങനെ പിച്ചി ചീന്തി ഇടാം. ഇനിയിപ്പോൾ സ്പൂൺ കൊണ്ട് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ കൈ കൊണ്ട് ഒന്നിങ്ങനെ ആക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. അപ്പോഴേക്ക് നമ്മൾ ഈ മുട്ടയും മുളകും വെളുത്തുള്ളി ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതാ ഈ വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഞാനൊരു തുള്ളി കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിത് ഇനിയെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മുറിച്ച് വെച്ച എല്ലാ പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ഭയങ്കര ചെറിയൊരു കഷ്ണം ഇതിനുള്ളൂ, അതുകൊണ്ട് ഞാൻ അത്ര ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തുള്ളതൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മളാക്കി വെച്ച ചിക്കൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ച മയോണൈസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റേത് കുറച്ചൊന്ന് കട്ടിയായി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തൈരുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ അണ്ടിപ്പരിപ്പ് പുതിർത്തിയിട്ട് അണ്ടിപ്പരിപ്പ് അതിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടാവില്ല ആ പുതിർത്തിയ വെള്ളം അതും കൂടെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ഒക്കെ കൂടി ഇട്ടിട്ട് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് ആദ്യം നമ്മളിങ്ങനെ ബ്രെഡ് ഈ ഒരു പാനിൽ എന്തെങ്കിലും ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ കുറച്ചൊന്ന് ആദ്യം ബ്രെഡ് മാത്രം ഒന്ന് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന്, എന്നിട്ട് എല്ലാണ്ടും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ ബ്രെഡൊക്കെ ഇങ്ങനെ നല്ലോണം ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത് നിറച്ച് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതിങ്ങനെ വെച്ചതിന് ശേഷം വാട്ടണം എന്നൊന്നുമില്ല, കുറച്ച് ബട്ടറിലൊന്ന് വാട്ടിയെടുത്താം കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി വഴറ്റിയ ബ്രെഡ് ആയതുകൊണ്ട് ഇനി നമുക്കിത് ആ പാടന്നെ ഇങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പോൾ വലിയ പണിയൊന്നും ഇല്ലാണ്ട് ഇതാ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നല്ലൊരു സാൻഡ്വിച്ച് തന്നെ ആയിട്ടുണ്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ഉണ്ടോ. അപ്പോൾ ഇതാരാണ് കണ്ടുപിടിച്ചതൊന്നും അറിയില്ല, എന്നാലും വളരെ വേഗത്തിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയാം. ഇന്ന് വേവേണ്ട ഒരു ടൈമേ ഉണ്ടാവുന്നുള്ളൂ ഈ മുട്ടയും ചിക്കനൊക്കെ, ബാക്കിയൊക്കെ വളരെ വേഗത്തിൽ തന്നെ ആവും. ഇനി നമുക്ക് ഇത് അല്ലാണ്ട് ഞാൻ ബ്രെഡ് എടുത്തതാണ് റോസ്റ്റ് ചെയ്യാത്ത. അപ്പോൾ ഇനി കല്ലിലിട്ടൊന്ന് കുറച്ചൊന്ന് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നടുവിലും കൂടി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്നും ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായം അറിയിക്കും.